ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റീനാസ് എവർഗ്രീൻ ഗാർഡൻ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിടിച്ചു. ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്ന് മുകളിലേക്ക് കയറ്റണം. ഇതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ കുറച്ച് ദിവസം. എൻ്റെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. വെണ്ട, അതുപോലെ തന്നെ പച്ചമുളക് ഇതുവരെ എനിക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ച് ഗാർഡനും കുറച്ച് വെജിറ്റബിൾ ഗാർഡനും ഒക്കെ ആയിട്ട് അങ്ങനെ പോണു. എന്തായാലും പച്ചമുളക് നന്നായി തരുന്നുണ്ട്. പിന്നെ വെണ്ട, പയർ, അങ്ങനെയുള്ള കുറച്ച്. ഇത് തായ്ലൻഡ് പപ്പക്കായാണ്. ഇതും തായ്ലൻഡ് വപ്പയാണ്. വപ്പ ഒക്കെ ദാഹം തീർത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അങ്ങനെ വപ്പയ്ക്ക് ക്ഷാമമില്ല. കരിമ്പ് കണ്ടോ, കരിമ്പ്, ഗ്രാമ്പു, അങ്ങനെ ലൂവിക്ക മരം, അങ്ങനെ കുറച്ച് പച്ചമുളകിനും തീരെ ക്ഷാമമില്ലാതെ പോകുന്നു. എല്ലാം കുറേശ്ശെ കായക്കൊല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വെജിറ്റബിൾ തോട്ടം നന്നായി പോകുന്നു. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ. അങ്ങനെ വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും കൂടി കിട്ടണ്ടല്ലോ. അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ കുറച്ച് വിഷാംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പച്ചക്കറികൾ മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്യാം, വിഷമില്ലാത്തത് കഴിക്കാം. ഫ്രണ്ടിലെ ഗാർഡനൊക്കെ വെട്ടിയപ്പോൾ ക്രോട്ടൺസൊക്കെ വെട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിലൊരു ഷീറ്റൊക്കെ വിരിച്ച് ഇനി പുല്ല് വരാണ്ട് ഗാർഡനൊക്കെ ഒന്ന് നന്നായി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പണി വെജിറ്റബിൾ ഗാർഡനും ബാക്ക് യാർഡും ഒക്കെ ഒന്ന്, ഞങ്ങളുടെ ബാക്കിലെ മുറ്റമൊക്കെ ഒന്ന് നീറ്റാക്കി. ഇതൊക്കെ ജാതി തൈകളാണ് കേട്ടോ. ആർക്കെങ്കിലും ജാതി തൈ വേണമെങ്കിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. കുറേയെങ്കിലും ജാതി തൈ ഉണ്ട്. ആർക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും.